വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ലിക്വിഡ് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുകളൊക്കെ ആണ് പറയുന്നത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. നിങ്ങളുടെ ഏറ്റവും നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാനും മറക്കരുത്. ദെൻ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ലിക്വിഡ് പ്രഷറാണ്. ഇവിടെ ഉണ്ടോ ഒരു പൈപ്പിൽ ഒരു 3 ബലൂൺ കണക്ട് ചെയ്തിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. ഇവർ പറയണത് ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഉയരം കൂടുന്തോറും, അപ്പോൾ ഇവിടെ ഏറ്റവും ഉയരത്തിൻ്റെ അതായത് ഏറ്റവും താഴെയുള്ള ബലൂണിനായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ പ്രഷർ അനുഭവിക്കേണ്ടി വരിക. ബി എന്ന് പറയണതിനോ പ്രഷർ കുറവായിരിക്കും, എ എന്ന് പറയുന്നതിന് അതിനും കുറവായിരിക്കും. നോക്കിക്കേ, സി ബലൂണാണ് വലുത്, അതായത് സിയിലേക്കാണ് കൂടുതൽ പ്രഷർ വരുന്നത്. മനസ്സിലാവുന്നു? ഇങ്ങനെ ലിക്വിഡ്സ് കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എക്സൈഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ്. ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കൂടും. മനസ്സിലാവുന്നു? ദ തേഴ്സ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ലിക്വിഡ് പ്രഷർ എന്നും എന്താണ് അതിൻ്റെ ഡെഫിനിഷനും എന്താണ്? തേഴ്സ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് എക്സൈഡ് ഫോഴ്സ് ഇൻ ഓൾ സൈഡ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ടേക്കൻ. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ വേറൊരു നല്ല എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ഞാൻ 3 ഹോളുകൾ ഇട്ട്, താഴെ, നടുക്ക്, മേലെ. നോക്കിക്കേ, താഴെ ഉള്ളതെന്നായിരിക്കും വെള്ളം കൂടുതൽ ദൂരത്തേക്ക് തെറിക്കുക. മീഡിയത്തിന് കുറച്ച് മീഡിയവും ടോപ്പിൽ കുറച്ചും. കണ്ടാൽ തന്നെ അറിയാലോ, താഴെയുള്ള ഹോളിനാണ് കൂടുതൽ പ്രഷർ വരിക. എന്തുകൊണ്ടാണ്? അവിടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ്. വാട്ടറിൻ്റെ ഹൈറ്റ്, ആ ഹോളിന് അനുഭവിക്കേണ്ട വാട്ടറിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. ഇത്രയും ഓർത്ത് വെക്കുക. ഈ വാട്ടർ കോളത്തിൻ്റെ ഈ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇൻക്രീസസ്, പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ താഴേക്ക് പോകുന്തോറും പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. വെള്ളത്തിനടിയിലേക്ക് താഴേക്ക് പോകുന്തോറും പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്കിതിനൊരു ചെറിയൊരു ഇക്വേഷനാണ്. നോക്കിക്കേ, ഇവർ ബലൂൺ വെച്ചിട്ട് വാട്ടർ കോളം ചെയ്തേക്കുക. സംഭവം ഇതൊക്കെ തന്നെ. ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കൂടും. പിന്നെ ഇതിലൊന്നിൽ കെറോസിനും ഒന്നിൽ വാട്ടറുമാണ്. കെറോസിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ആദ്യത്തെ ബലൂണിൽ കെറോസിനാണ് ഡെൻസിറ്റി കുറവാണ്, അത് കുറച്ചേ വീർത്തിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തേതിനകത്ത് എന്താണ്? വാട്ടറാണ്, ഡെൻസിറ്റി കൂടുതലാണ്, കൂടുതൽ വീർത്ത്. ദാറ്റ് മീൻസ് ഇഫ് ഡെൻസിറ്റി ഇൻക്രീസസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. ഒന്നുകൂടി പറയാം ഞാൻ, ഇഫ് ഡെൻസിറ്റി ഇൻക്രീസസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഡെൻസിറ്റി ആയിട്ട് റിലേഷനുണ്ട്, ഹൈറ്റ് ആയിട്ട് റിലേഷനുണ്ട്, പിന്നെ ഗ്രാവിറ്റി ആയിട്ടും റിലേഷനുണ്ട്. എന്തിന്? ലിക്വിഡ് പ്രഷറിന്. സോ നമുക്കതൊരു ഇക്വേഷനായിട്ട് എഴുതാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലിക്വിഡ് പ്രഷർ? ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എന്തൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം H, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് D, ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. ഇത് മൂന്നിനെയും കൂടി ഗുണിച്ചെഴുതാം, മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. ലിക്വിഡ് പ്രഷർ P is equal to H into D into G. ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ P is equal to F by A എന്നുള്ളതാണ്. ഓക്കെ, ആ 2 ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണത്. സോ ലിക്വിഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? P is equal to H into D into G. H എന്താണ്? ഹൈറ്റ്. D എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. G എന്താണ്? ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇനി ഇതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ടാണ്, എഴുതിയെടുക്കണം. ഓക്കെ, മറക്കരുത്. ക്വസ്റ്റ്യൻ ഇതാണ്: ബബിൾസ് ഫോംഡ് ഇൻ എ ലിക്വിഡ് ഈസ് സ്മോൾ അറ്റ് ദ ബോട്ടം ആൻഡ് ദേ ബിക്കം ലാർജ് അറ്റ് ദ ടോപ്പ്. വൈ? നമ്മളുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കുമിളകളില്ലേ, അക്യൂറത്തിൽ ശ്രദ്ധിച്ചാൽ അക്യൂറത്തിൽ താഴെ ഉണ്ടാവുന്ന കുമിളകൾ കുഞ്ഞതും, ആ കുമിളകൾ ബബിൾസ് മേലോട്ട് പോകുന്നതോറും വലുതായി വലുതായി വരും. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയില്ല, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ? ലിക്വിഡ് പ്രഷർ ഈസ് ദ റീസൺ ഫോർ ദ സൈസ് ചേഞ്ച് ഓഫ് ദ ബബിൾ. അതാണ് ആദ്യം എഴുതേണ്ടത്. ലിക്വിഡ് പ്രഷർ എന്ത്? ഈ സൈസ് ചേഞ്ചിന് കാരണം. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? ലിക്വിഡ് പ്രഷർ P is equal to H into D into G. That is, when height of the liquid column increases, pressure increases. അല്ലെങ്കിൽ when height of the liquid column decreases, liquid pressure reduces. Bubble experience large liquid pressure at the bottom. താഴെ നല്ല പ്രഷർ ആയിരിക്കും, അപ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞിട്ടിരിക്കും. ആൻഡ് ഇത് ഗ്രാജുവലി റെഡ്യൂസ്ഡ് അപ്പ്. മുകളിലേക്ക് പോകുന്നതോളും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ സൈസ് ഇൻക്രീസ് അറ്റ് ദ ടോപ്പ്. ഒന്നും കൂടി പറയാം. ബബിൾസ് എക്സ്പീരിയൻസ് ലാർജ് ലിക്വിഡ് പ്രഷർ അറ്റ് ദ ബോട്ടം ആൻഡ് ദ ലിക്വിഡ് പ്രഷർ ഈസ് റെഡ്യൂസസ് when it goes up.
അപ്പോൾ ഈ സ്ലൈഡ് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് എഴുതിയെടുക്കണം. ഇതിൻ്റെ ആൻസർ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പല പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ബബിൾസ് ഫോംഡ് ഇൻ ദ ലിക്വിഡ് ഈ സ്മോൾ അറ്റ് ദ ബോട്ടം ആൻഡ് ബിക്കം ലാർജർ അറ്റ് ദ ടോപ്പ്. ഓക്കെ, നമുക്ക് പഠിക്കാൻ അത്രേ ഉള്ളൂ ലിക്വിഡ് പ്രഷറിനെ കുറിച്ച്. ഇനി പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ? ആൻ എൻവലപ്പ് ഓഫ് ഈസ് അറൗണ്ടഡ് ബൈ ദ എർത്ത്. എർത്തിന് ചുറ്റും ഒരു എയറിൻ്റെ എൻവലപ്പ് ഉണ്ട്. ദിസ് എർത്ത് ഈസ് കോൾഡ്, ഇതിൻ്റെ ഈ എൻവലപ്പിന് പറഞ്ഞ പേരാണ് അറ്റ്മോസ്ഫിയർ. അറിയാലോ അല്ലെ, എർത്തിന് മാത്രമേ അറ്റ്മോസ്ഫിയർ ഉള്ളൂ. The density of atmospheric air is near in the surface of earth is greater and decreases as we go up. ഉയരം കൂടുന്തോറും എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഹെൻസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് വി ഗോ അപ്പ്. ഉയരം കൂടുന്തോറും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. The weight of the air column over a unit area of the earth surface is called atmospheric pressure. അത് ഓർത്ത് വെക്കുക. ഡെഫിനിഷൻ ആണ്. എന്താണ് ഡെഫിനിഷൻ? weight of air column over the unit area of the earth surface is atmospheric pressure. ക്ലിയർ? ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള എയറിൻ്റെ വെയ്റ്റിനെയാണ് എന്തെന്ന് പറയുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. വെയിറ്റ് ഓഫ് ദ എയർ കോളം ഓവർ എ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബോട്ടിലിൽ കുറച്ച് അകത്ത് തീ കത്തിച്ചിട്ട് ഒരു പഴത്തൊലിയും കൊണ്ട് അടച്ചു വെച്ചാൽ കുറച്ച് പഴം എന്ത് ചെയ്യും? പഴത്തൊലി എന്ത് ചെയ്യും? അകത്തോട്ട് വീഴും. കാരണം ഇതാണ്, അകത്ത് പ്രഷർ കുറയും. അപ്പോൾ എയർ എന്ത് ചെയ്യും? അകത്തോട്ട് കയറാൻ ട്രൈ ചെയ്യും. നേരെ എയർ അകത്തോട്ട് കയറാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഈ പഴത്തൊലി നേരെ അതിൻ്റെ അകത്തോട്ട് വീഴും. ക്ലിയർ? ഓക്കെ, ഈ സ്ലൈഡ് തൊട്ടിട്ട് നമ്മുടെ സ്ലൈഡിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിൻ്റെ മേലെ ഇമ്പോർട്ടൻ്റ് എന്നൊരു മാർക്കിംഗ് കാണും. നിങ്ങൾ കാണുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഇമ്പോർട്ടൻ്റ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലിസ്റ്റ് ഔട്ടാണ്, ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ലിസ്റ്റ് ഔട്ട് സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വെയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂസ്ഡ്. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റിൽ ആകെ 2 എണ്ണേ ഉള്ളൂ. ഞാനിവിടെ 8 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് നോട്ടിലോട്ട് എഴുതിയെടുക്കണം. നോട്ടാണിത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ എന്ന് പറയണത് ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ. നമ്മൾ ചെയ്യാറുണ്ടല്ലേ, ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ കൊച്ചു ചെയ്യണ പോലെ കൊമ്പളുണ്ടാക്കി കളിക്കും. എന്താ കാരണം? നമ്മൾ വായിനകത്തേക്ക് സക്ക് ചെയ്യുമ്പോൾ അകത്തോട്ട് പ്രഷർ നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യുവാണ്. സോ വാട്ടർ എന്ത് ചെയ്യും? പ്രഷറിലുള്ള കാരണം വായിനകത്തോട്ട് വരും. വാട്ടറോ ജ്യൂസോ എന്താണോ അത്. സോ ഫസ്റ്റ് തിങ് ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ. ടെക്സ്റ്റിലുള്ള അതേ എക്സാമ്പിൾ തന്നെയാണിത്. ദെൻ രണ്ടാമത്തേത് ബലൂണാണ്. ബ്ലോയിങ് എ ബലൂൺ. നമുക്ക് എന്തുകൊണ്ടാണ് ബലൂൺ വീർപ്പിക്കാൻ കഴിയുന്നത്? നമ്മൾ എയർ എന്ത് ചെയ്യും? ബലൂണകത്തോട്ട് പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും ആണ് ബലൂൺ വീർത്ത് വരിക. സോ ബ്ലോയിങ് എ ബലൂൺ ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അടുത്തെന്ന് പറയുന്നത് യൂസിങ് ഓഫ് ഫ്ലഷ് ഇൻ അവർ ടോയ്ലറ്റ്. എങ്ങനെയാണ് ഫ്ലഷ് വർക്ക് ചെയ്യണമെന്ന് അറിയാമോ? ഫ്ലഷിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ പോലത്തെ ഒരു സക്ക് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. അതിനകത്തേക്ക് എയർ ഇങ്ങനെ കയറിയിരിക്കും. നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ എയർ എന്ത് ചെയ്യും? പ്രഷർ പറഞ്ഞ എയർ പൊങ്ങും. അങ്ങനെയാണ് ഈ ഫ്ലഷ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ പ്രസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ എയർ പ്രഷ് ചെയ്യുമ്പോൾ ഈ എന്താ പറയുക, ഒരു ചെറിയൊരു സ്പിയറിൻ്റെ കഷ്ണം പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അതിനകത്താണ് എയർ സക്ക് ചെയ്ത് വെക്കുന്നത്. എയർ ഇങ്ങനെ പൊങ്ങും. അപ്പോഴാണ് ഈ ഫ്ലഷ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ യൂസിങ് ഓഫ് ഫ്ലഷ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ആപ്ലിക്കേഷനാണ്. ദെൻ ടയേഴ്സ് ഓഫ് ദ വെഹിക്കിൾ ഉണ്ടോ? നമ്മൾ ടയറിനകത്ത് എങ്ങനെയാണ് എയർ അടിച്ച് കയറ്റുന്നത്? എയർ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അഗെയിൻസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ടയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂസ് ഓഫ് വാക്വം ക്ലീനർ. അത് നമുക്കറിയാമല്ലോ. വാക്വം ക്ലീനർ എന്താ ചെയ്യുക? ഒരു വാക്വം സ്പേസ് വരും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എയർ അതിനകത്തോട്ട് സക്ക് ചെയ്ത് കയറി വരും. അറ്റ്മോസ്ഫിയർ പ്രഷറിന് വാക്വം ക്ലീനറിനകത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ വാക്വം ക്ലീനറിൻ്റെ ഉള്ളിലോട്ട് വലിഞ്ഞിങ്ങനെ കയറും. അങ്ങനെയാണ് അതിൻ്റെ കൂട്ടത്തിൽ പൊടിയും കാര്യങ്ങളൊക്കെ കയറും. ഇപ്പോൾ ഇവിടെ ഒരാൾ ഈ പൂച്ചയുടെ മേത്തുള്ള ഡസ്റ്റുകളൊക്കെ വാക്വം ക്ലീനറും കൊണ്ട് വൃത്തിയാക്കുന്ന കണ്ടോ? പൂച്ചയാണ് നല്ല സുഖമായി കാലൊക്കെ പിടിച്ച് കിടക്കുക. നിങ്ങൾക്ക് പൂച്ചേനെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതല്ലേ? ഒരു ജീവി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം. എന്തെങ്കിലും ഒരു ജീവി, പൂച്ചയോ കോഴിയോ ആടോ പശുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ്, നമുക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നമുക്കൊരു പെറ്റ് വേണം എപ്പോഴും. ഓക്കെ, നമ്മൾ വിഷയം മാറിപ്പോയി. ദെൻ പെർഫ്യൂംസ്. അറിയാലോ, പെർഫ്യൂമിൻ്റെ അകത്ത് നല്ല പ്രഷറായിരിക്കും. അപ്പം നമ്മൾ ചുമ്മാ പ്രസ് ചെയ്യുമ്പോൾ പുറത്ത് പ്രഷർ കുറവായതുകൊണ്ട് ലിക്വിഡ് പുറത്തോട്ട് തെറിച്ചങ്ങോട്ട് വരും. ഗ്യാസ് ഉള്ള പെർഫ്യൂംസ്. ഓക്കെ, അതും ഇതിന് എക്സാമ്പിളാണ്. ദെൻ ബ്രീത്തിങ്. എന്തുകൊണ്ടാണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ കുറച്ച് എയർ നമ്മൾ
പുറത്തോട്ടെടുക്കും, അകത്തോട്ടെടുക്കും, അങ്ങനെ. അതിന് കാരണം എന്ത് തന്നെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. ദെൻ ഹിയർ ഇസ് ദ ലാസ്റ്റ് വൺ, പ്രഷർ കുക്കേഴ്സ്. നിങ്ങൾക്ക് അറിയാം പ്രഷർ കുക്കറിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫുഡ് ചെയ്യുന്നത്? പ്രഷർ കുക്കറിനകത്ത് നല്ല പ്രഷറായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ടെമ്പറേച്ചറിൽ പറഞ്ഞ സംഭവം നമുക്ക് റെഡിയാക്കാൻ പറ്റും, ഫുഡ് റെഡിയാക്കാൻ പറ്റും. ക്ലിയർ? ദെൻ നമ്മൾ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ എന്ത് പറ്റും? എയർ പുറത്തോട്ട് ഇങ്ങനെ തെറിച്ചങ്ങോട്ട് പോവും, അല്ലേ? നല്ല പ്രഷറായിരിക്കും അതിൻ്റെ ഉള്ളിൽ. ക്ലിയർ? സോ ഇതൊരു 8 ഐറ്റം ഉണ്ട്. ഒരു 6 പഠിക്കാൻ നല്ല എക്സാമിന്. ക്വസ്റ്റ്യൻ മറന്നു വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ലിസ്റ്റ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വെയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂസ്ഡ്. 8 എണ്ണമാണ്. ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് സ്ട്രോ, ബ്ലോയിങ് എ ബലൂൺ, യൂസിങ് ഫ്ലഷ് ഇൻ ദ ടോയ്ലറ്റ്, ടയേഴ്സ് ഓഫ് ദ വെഹിക്കിൾ, യൂസ് ഓഫ് വാക്വം ക്ലീനർ, പെർഫ്യൂംസ്, ബ്രീത്തിങ് ആൻഡ് പ്രഷർ കുക്കർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആസ് മൗണ്ടനേഴ്സ് ക്ലൈം ഹയർ ആറ്റിറ്റ്യൂഡ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് നേസൽ ബ്ലീഡിങ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പർവ്വതാരോഹകർക്കില്ലേ, ഈ മൗണ്ടൻസിൻ്റെ മേലേക്ക് മൗണ്ടനേഴ്സ് അവരെ മുകളിലെത്തുമ്പോൾ അവരുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരും. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ എക്സാമിന് ചോദിക്കുന്നതാണ്. ഉത്തരവ് ഇതാണ്, വളരെ കുഞ്ഞുത്തരവാണ്. എയർ പ്രഷർ ഗോസ് ഓൺ ഡിക്രീസിങ് ആസ് വി ഹയർ അപ്പ്. എയർ പ്രഷർ എന്ത് ചെയ്യും? നമ്മൾ ഉയരം കൂടുന്തോറും ഡിക്രീസ് ചെയ്യും. ഇൻക്രീസിങ് അല്ല, ഡിക്രീസസ്. എയർ പ്രഷർ ഗോസ് ഡിക്രീസിങ് ആസ് വി ഗോ ഹയർ അപ്പ്. So at a height altitude, atmospheric pressure become less than excited by the blood inside the body. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോഡിക്കകത്ത് ഒരു ബ്ലഡ് പ്രഷർ ഉണ്ട്, ആ പ്രഷറിനേക്കാളും കുറവായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ എന്ത് പറ്റും? പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞെടുത്തേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യും. സോ ഇവിടെ ലിക്വിഡ് ഇതാ ബ്ലഡ്. സോ ദിസ് കോസ്റ്റ് ബ്ലഡ് വെസൽസ് ബേസ്റ്റ്. നമ്മുടെ മുക്കിന് തുമ്പത്ത് മുടിയുടെ പോലത്തെ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, ദ ബേസ്റ്റ്, അവർ പൊട്ടും. സോ നോ സ്റ്റാർട്ട് ബ്ലീഡിങ്. മൂക്കിന് എന്ത് ചെയ്യാൻ തുടങ്ങും? ചോരാൻ തുടങ്ങും. എയർ പ്രഷർ ഗോസ് ഓൺ ഡിക്രീസിങ് ആസ് വി ഗോ ഹയർ അപ്പ്. സോ ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിക്കം ലെസ് ദാൻ ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ ബോഡി. ദിസ് ഗോസ് സം ബ്ലഡ് വെസൽസ് ബേസ്റ്റ്. അപ്പോൾ ചുരുക്കത്തിൽ എങ്ങനെ പറയാം? ഉയരം കൂടുന്തോറും പ്രഷർ കുറഞ്ഞു വരും. നമ്മുടെ ബ്ലഡ് പ്രഷറിനേക്കാളും കുറവായിരിക്കും പുറത്ത്. അപ്പോൾ മൂക്കിൻ്റെ തുമ്പത്തുള്ള ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടും. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ബ്ലീഡിങ്. ക്ലിയർ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോരുത്. ഫിക്സിങ് റബ്ബർ സർക്കിൾ ഓൺ പോളിഷ്ഡ് സർഫസ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു റബ്ബർ സർക്കിൾ വെച്ചിട്ട് കാറിൻ്റെ ഒരു ചളുക്ക് നിവർത്തുക. നമ്മൾ കണ്ടോ റബ്ബർ സർക്കിൾ നമ്മൾ മുഖത്തൊക്കെ നെറ്റിയിലൊക്കെ പിടിപ്പിക്കുന്നുണ്ട് ചില സമയത്ത്, അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പിടിപ്പിക്കും. എന്തുകൊണ്ടാണ് റബ്ബർ സർക്കിൾസ് പോളിഷ്ഡ് സർഫസ് പിടിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഇതാണ്. When you press the rubber sucker on a plain surface, most of the air between cup and the surface escapes out and a vacuum created. നമ്മൾ റബ്ബർ കപ്പ് സർഫസിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ പുറത്തോട്ട് പോയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. സോ സക്കർ സ്റ്റിക്സ് ടു സർഫസ് ബിക്കോസ് ഓഫ് പ്രഷർ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ആറ്റോണിറ്റ്. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ പുറത്തുനിന്ന് ഒരു പ്രഷർ അകത്തോട്ട് വരും. ആരുടെ? അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ നമ്മുടെ വാക്വത്തിൻ്റെ ഈ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് പിടിച്ചങ്ങനെ നിൽക്കും. എന്തിന്? പോളി സർഫസിന്. ഇൻ കേസ് ഓഫ് റഫ് സർഫസ് ഓൾ ദ എയർ ബിറ്റ്വീൻ കപ്പ് ആൻഡ് സർഫസ് ഡസ് നോട്ട് ഗോ എസ്കേപ്പ്. ഇപ്പോൾ റഫ് ആൻഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എയർ എന്ത് ചെയ്യും? മുഴുവൻ പുറത്തോട്ടൊന്നും പോകില്ല, വാക്വം ക്രിയേറ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഡസ് നോട്ട് സ്റ്റിക്ക് ഓൺ ദ സർഫസ്. അപ്പോൾ എന്താണ് ഉത്തരം? ഇഫ് യു പ്രസ് എ റബ്ബർ സ്റ്റിക്ക് ഓൺ ദ വാൾ, മോസ്റ്റ് ഓഫ് ദ എയർ ഇൻസൈഡ് ദ റബ്ബർ സർക്കിൾസ് ഗോസ് ഔട്ട് ആൻഡ് എ വാക്വം ഈസ് ക്രിയേറ്റഡ്. ആൻഡ് ഡ്യൂ ടു ദീസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ടിങ് ഓൺ ദ കപ്പ് ടു സ്റ്റിക്ക് ഓൺ ദ സർഫസ്. Okay, for an unpolished surface or rough surface, air is not goes out from the rubber sucker, so vacuum is not created, pressure ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കണേ, നോട്ടാണേ. തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇനി ഈ ചാപ്റ്ററിന് ഒറ്റൊരു വീഡിയോയും കൂടിയേ ഉള്ളൂ, അത് എക്സർസൈസിലെയാണ്. ഓക്കെ, അതും കൂടി കാണാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയുക. മനസ്സിലായാലും ഇല്ലെങ്കിലും കാശ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ പറയുക. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒത്തിരി ഫ്രണ്ട്സാണല്ലോ നിങ്ങൾക്ക്. ആ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.